ഹായ് ഓൾ, വെൽക്കം ടു സിവിലിയൻസ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കഴിഞ്ഞ തവണ LSTD AE എക്സാമിന് RCC സബ്ജക്റ്റിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദി കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇൻ ദി ആക്ച്വൽ സ്ട്രക്ചർ വിൽ ബി. ഈ ഒരു ഓപ്ഷൻസിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ആൻസർ ഏതാ? മോസ്റ്റ്ലി A അല്ലെങ്കിൽ B ആയിരിക്കും അല്ലേ? ഇത് രണ്ടും റോങ് ആൻസേഴ്സ് ആണ്. ഇതിന്റെ കറക്റ്റ് ആൻസറിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു കൺസെപ്റ്റിന്റെ ഒരു ഓവറോൾ കൺസെപ്റ്റ് നോക്കിയാലോ? ഈ ഒരു ടോപ്പിക്കിന്റെ ഇതുപോലുള്ള പല തരത്തിലുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ എക്സാമിന്. അപ്പോൾ എപ്പോഴും ഈ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് കാണാൻ ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് IS 456/2000 കോഡ് പ്രകാരം നമ്മൾ ക്യൂബ് ടെസ്റ്റുകളാണ് ഉപയോഗിക്കുക. ഇതുപോലുള്ള 15 സെന്റിമീറ്റർ സൈഡുള്ള നിരവധി ക്യൂബുകൾ ടെസ്റ്റ് ചെയ്ത് അവരെയൊക്കെ ഫെയിൽ ചെയ്യിപ്പിച്ച് ആ ഫെയിലിയർ സ്ട്രെസ് എത്രയാണെന്ന് ചെക്ക് ചെയ്യും. ഇങ്ങനെ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 40 ക്യൂബുകളാണ് എടുത്തതെങ്കിൽ ഈ 40 ക്യൂബുകളുടെയും ഫെയിലിയർ സ്ട്രെസ്സസിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മീൻ സ്ട്രെങ്ത് വാല്യൂ കിട്ടും അല്ലേ? അതിനെയാണ് ടാർഗറ്റ് മീൻ സ്ട്രെങ്ത് എന്ന് വിളിക്കുക. തൽക്കാലം അതിനെ FM എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഈ ഒരു വാല്യൂവിൽ നിന്നാണ് കോൺക്രീറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് നമ്മൾ ചെക്ക് ചെയ്യുക. അതെങ്ങനെയാണ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെയിലിയർ സ്ട്രെസ്സസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു പ്രോബബിലിറ്റി കർവ് വരക്കാം. അത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സിമെട്രിക് ആയിട്ട് ഗോഷിയൻ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ പോലെ നമുക്ക് ഇങ്ങനെ ഒരു കർവ് കിട്ടും. ഈ കർവിന്റെ നമുക്കിതാ കറക്റ്റ് സെന്ററിൽ വരുന്ന അല്ലെ, സെന്റർ എന്ന് വെച്ചാൽ മീൻ വാല്യൂ അല്ലേ? ഈ വാല്യൂ ആണ് നമ്മുടെ എക്സ് ആക്സിൽ വരുന്ന വാല്യൂ ആണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ട നമ്മുടെ മീൻ സ്ട്രെങ്ത് അല്ലെങ്കിൽ ടാർഗറ്റ് മീൻ സ്ട്രെങ്ത്. ഈ വാല്യൂവിൽ നിന്ന് ഒരു പർട്ടിക്കുലർ സ്ട്രെങ്ത് വാല്യൂ ഞാൻ ലെഫ്റ്റിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, ഈ ഒരു ലൈൻ ഞാൻ ഇപ്പോൾ വരച്ച ഡോട്ടഡ് ലൈൻ ഈ കർവിനെ കറക്റ്റ് 50-50% ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. അതിനു പകരം ഞാൻ ഇവിടെ മറ്റൊരു ലൈൻ അസ്യൂം ചെയ്യാണ്. അതായത് ഈ FMൽ നിന്ന് ഒരു പർട്ടിക്കുലർ വാല്യൂ ലെഫ്റ്റിലോട്ട് എടുത്തിട്ട് മറ്റൊരു ലൈൻ അസ്യൂം ചെയ്യാണ്. ആ ലൈനിന്റെ പ്രത്യേകത ഈ ലൈനിന്റെ ലെഫ്റ്റിലോട്ട് 5%ഉം ബാക്കി ഇങ്ങോട്ട് 95%ഉം ആയിരിക്കും അല്ലേ? അപ്പൊ ഈ ഒരു വാല്യൂവിന്റെ പ്രത്യേകത എന്താ? ഈ വാല്യൂവിനേക്കാൾ കുറവായിരിക്കും 5% ഓഫ് ദ വാല്യൂസ് ആൻഡ് ഇവിടെ എഴുതാൻ പോകുന്ന വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും 95% ഓഫ് ദ വാല്യൂസ് ആണല്ലോ. ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് വിളിക്കുക. പൊതുവെ FCK എന്നൊരു സിമ്പിൾ കൊണ്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എത്രയാണെന്ന് നമുക്ക് അറിയണ്ടേ? പ്രോബബിലിറ്റിയുടെ കൺസെപ്റ്റ് പ്രകാരം ഇങ്ങനെ 595 എന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു വാല്യൂ വിൽ ബി ഈക്വൽ ടു 1.647 S ആയിരിക്കും. S എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ FCK എങ്ങനെ എന്ത് എഴുതാം? ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് FCK വിൽ ബി ഈക്വൽ ടു നമ്മുടെ മീൻ സ്ട്രെങ്ത്തിൽ നിന്ന് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ മൈനസ് ചെയ്തെടുക്കണം അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.647 S എന്ന് എഴുതാം. ചിലപ്പോൾ നിങ്ങൾ സിഗ്മ എന്നും കാണും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, സോ FCK ഇസ് ഈക്വൽ ടു മീൻ സ്ട്രെങ്ത്തിൽ നിന്ന് FM മൈനസ് 1.647 ടൈംസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ആ ഒരു വാല്യൂ മൈനസ് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണെന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. അതിനും IS കോഡ് റെക്കമെൻഡേഷൻസ് ഒക്കെ ഉണ്ട്. ഒരു A ലെവൽ എക്സാമിന് നിങ്ങൾ അത് ബൈഹാർട്ട് പഠിക്കണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, സോ ആ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ FCK കിട്ടിക്കഴിഞ്ഞാൽ ഈ FCK വെച്ചിട്ടല്ലേ നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യേണ്ടി വരിക? അതെ. അപ്പൊ ഈ ഒരു സ്ട്രെങ്ത് നമുക്ക് എന്തായാലും സ്ട്രക്ചറിൽ നമ്മുടെ ബീമിലും സ്ലാബിലും ഒക്കെ കിട്ടുമല്ലോ? കിട്ടില്ല. അവിടെയാണ് ട്വിസ്റ്റ് വരിക. ഈ കണ്ടുപിടിച്ച FCK എന്നുള്ള വാല്യൂ ഒരിക്കലും നമുക്ക് നമ്മുടെ ആക്ച്വൽ സ്ട്രക്ചറിൽ കിട്ടില്ല. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനും ഓർമ്മയുണ്ടല്ലോ. സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ കണ്ടുപിടിച്ച FCKയുടെ 67% മാത്രം, അല്ലെങ്കിൽ 2/3 എന്ന് പറയാം, 2/3 ഓഫ് ദി FCK വാല്യൂ. ഇപ്പോൾ 66.67 അങ്ങനെ വരും. അപ്രോക്സിമേറ്റ്ലി 67% നമുക്ക് എഴുതാം. സോ ആ ഒരു വാല്യൂ മാത്രമേ സ്ട്രക്ചറിൽ ഉണ്ടാവുകയുള്ളൂ. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരുന്നത്. ഇനി ഇവിടെ മാത്രമല്ല അവരുടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യന്റെ ലിമിറ്റ് വരുന്നത് വീണ്ടും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അപ്പൊ ഈ ഒരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആയല്ലോ. ആയി എങ്കിലും നമുക്ക് ജസ്റ്റ് സേഫ് ആയാൽ പോരാ, നമുക്ക് ഡബിൾ സേഫ് ആകണം. അതുകൊണ്ട് എന്ത് ചെയ്യും? വീണ്ടും ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൺസെപ്റ്റ് എടുക്കും. ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൺസെപ്റ്റ്. അപ്പോൾ ഡിസൈനിലേക്ക് എടുക്കുന്ന സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് മീൻസ് ദ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആയിരുന്നു നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ ഈ വാല്യൂവിനെ വീണ്ടും ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൺസെപ്റ്റ് നിങ്ങൾക്കറിയാം. കോൺക്രീറ്റിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി 1.5 ആണ്. സ്റ്റീലിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി അത് 1.15 ആണ്. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈനിൽ. അപ്പൊ നമ്മുടെ ഹീറോ ഓഫ് ദ സ്റ്റോറി ആരാ? കോൺക്രീറ്റ് അല്ലേ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. സോ നമ്മൾ ഇനി കൺസിഡർ ചെയ്യേണ്ട ഫാക്ടർ ഓഫ് സേഫ്റ്റി ആരായിരിക്കും? 1.5 ആയിരിക്കും. സോ ഈ വാല്യൂവിനെ നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയിട്ടുള്ള 1.5 കൊണ്ട് ഡിവൈഡ് ചെയ്താലായിരിക്കും നമുക്ക് ഡിസൈൻ സ്ട്രെങ്ത് കിട്ടുക. അത് എത്രയായിരിക്കും? 1.5 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് എക്സാക്ട്ലി 0.446 FCK എന്ന് കിട്ടും. ആരാണിത്? ഇതാണ് നമ്മുടെ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. ഇൻ കേസ് നിങ്ങളോട് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആയിരുന്നു ചോദിച്ചെങ്കിൽ ദി ആൻസർ വുഡ് ബി 0.446. ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ടാർഗറ്റ് മീൻ സ്ട്രെങ്ത് ആണ് ചോദിക്കുന്നതിൽ അത് FM എന്നാണ് ഡിനോട്ട് ചെയ്യുക. അത് ക്യൂബ് ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് മനസ്സിലാക്കുക. ദെൻ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ് ചോദിക്കുന്നതെങ്കിൽ ആ വാല്യൂവിൽ നിന്ന് 1.647 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ മൈനസ് ആയിട്ട് എടുക്കണം. നമ്മൾ സാധാരണ M20, M30 എന്നൊക്കെ എഴുതാറില്ലേ? ഈ 20 എന്ന് വെച്ചാൽ ഇതിൽ ആരായിരിക്കും? ഈ രണ്ടാമത് എഴുതിയ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആയിരിക്കും. അതിനെയാണ് പൊതുവെ FCK എന്ന് ഡിനോട്ട് ചെയ്യുക. ആ വാല്യൂവിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഷേപ്പ് ഫാക്ടറൊക്കെ കൺസിഡർ ചെയ്തിട്ട് 2/3 അല്ലെങ്കിൽ 2/3 എന്നുള്ളൊരു ഫാക്ടർ കൂടി എടുത്തു കഴിഞ്ഞാൽ 0.67 FCK വരും. അതായിരുന്നു നമ്മുടെ ആക്ച്വൽ ക്വസ്റ്റ്യൻ. ദി കംപ്രസീവ് സ്ട്രെങ്ത് ഇൻ ദി ആക്ച്വൽ സ്ട്രക്ചർ 0.67 FCK. അതിനെ വീണ്ടും ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയിട്ടുള്ള 1.5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഡിസൈൻ സ്ട്രെങ്ത് 0.446 FCK കിട്ടും. ഓക്കെ, ഇതിൽ ഏത് ചോദിച്ചാലും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസിലേക്ക് നിങ്ങൾ എത്തിയല്ലോ. നമ്മൾ വീണ്ടും നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി വിൽ ബി യുവർ ഫൈനൽ ആൻസർ. ക്ലിയർ ആയല്ലോ? ഇതുപോലുള്ള ഒരുപാട് ട്രിക്കി ക്വസ്റ്റ്യൻസ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് എക്സാമിന് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് 1 എക്സാമ്പിൾ മാത്രമാണ് അല്ലേ? ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് വാങ്ങി ആയിട്ട് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ അല്ലേ? ഇപ്പോൾ റീസെന്റ് ആയിട്ട് LSTD എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നായിട്ട് അറിഞ്ഞിരിക്കുമല്ലോ. ഇപ്പൊ 31-നാണ് അവർ ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഒരുപാട് വേക്കൻസീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് 2025 ഒരു ആയിട്ട് നിങ്ങൾ പുറത്തു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ നിങ്ങളുടെ കൂടെ സിവിലിയൻസും ഉണ്ടാവും. നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ലൊരു റാങ്ക് വാങ്ങി ഒരു ആയിട്ട് പുറത്തു വരാൻ താല്പര്യമുണ്ടെങ്കിൽ, താല്പര്യമില്ലാത്ത ആരും ഉണ്ടാവില്ല എന്ന് എൻ്റെ ഒരു വിശ്വാസം സ്വാഭാവികമായിട്ടും. അപ്പം നിങ്ങളുടെ കൂടെ സിവിലിയൻസും ഉണ്ടാവും. നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ബാച്ചസും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്തും കോഴിക്കോടുമായിട്ട് ഓഫ്ലൈൻ ഡയറക്റ്റ് ബാച്ചസ് ഉണ്ട്, ഈവനിങ് ബാച്ചസ് ഉണ്ട്. ഇൻ കേസ് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. പ്രീ റെക്കോർഡഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വജ്ര 2.0 പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് സിവിലിയൻസ് ഇറക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുക. ഇതുപോലെയൊക്കെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സസ് ഒക്കെ പോവുക. ഞാൻ നമ്മുടെ ഒരു ചെറിയൊരു ടൈം ഡ്യൂറേഷൻ ആയതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു തീർത്ത്. നിങ്ങൾക്ക് എന്നിട്ടും മനസ്സിലായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ക്ലാസ്സിലാവുമ്പോൾ കുറച്ചും കൂടി മെല്ലെ നമ്മൾ സംസാരിച്ച് ആയിരിക്കും ക്ലാസ്സസ് ഒക്കെ പോവുക. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറിപ്പോര്, നമുക്ക് ഒരുമിച്ച് പഠിക്കാം ആൻഡ് ലേൺ ഫ്രം ദ ബെസ്റ്റ്.